ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഓണം ഡേയിൽ നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ചിലപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരിക്കും ഈ വ്ളോഗ് ഇടുന്നത്. എന്നാലും എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഈ വർഷത്തെ ഓണമൊക്കെ വളരെ സ്പെഷ്യലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പുള്ള ലാസ്റ്റ് ഓണമാണ്. അങ്ങനെ ഇപ്പോൾ ഓണത്തിന് സമയം രാവിലെ 6:18 അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ആറന്മുള അമ്പലത്തിലോട്ട് പോകണം. അർജുനും അദ്വൈതും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് 8 മണിയാകുമ്പോഴത്തേക്ക് അമ്പലത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അത്തപ്പൂക്കളത്തിൻ്റെയൊക്കെ പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇട്ട് സെറ്റൊക്കെ ആക്കിയിട്ട് ഒരു 12:30-1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാത്രി കിടന്നപ്പോൾ. അപ്പോൾ അത്തപ്പൂക്കളത്തിന് ചുറ്റും ഞങ്ങളിങ്ങനെ കസേരയൊക്കെ വെച്ച് പട്ടിയും പൂച്ചയൊന്നും കയറാതെ ഇരിക്കാനെ കൊണ്ട് വെച്ചിട്ടാണ് ഇന്നലെ കിടന്നത്. അപ്പോൾ എൻ്റെ അത്തപ്പൂക്കളമൊക്കെ മാറ്റിയിട്ട് ആ പട്ടിയോ പൂച്ചയൊക്കെ കയറിയിട്ട് അവരുടെ രീതിയിലുള്ള അത്തപ്പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ പോയിട്ട് ഫസ്റ്റായിട്ട് അത് നോക്കാം. അപ്പോൾ അങ്ങനെ കട ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തകർന്നു പോകും കേസ്, കാരണം ഒത്തിരി വിലക്കെട്ടിട്ടത്. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ടുണ്ടോയെന്ന് അറിയാം. കാണിച്ചു വെച്ചിട്ടില്ലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ രാവിലെ എഴുന്നേറ്റപ്പോൾ എന്നെ വിളിച്ചേനും കുളമായെന്ന് പറഞ്ഞ്. ഇന്നലെ കെട്ടിയ മുല്ലപ്പൂ ജസ്റ്റ് വാടിയിട്ടുണ്ട്. സാരമില്ല, അതൊക്കെ മതി, അഡ്ജസ്റ്റ് ചെയ്യണം. അത്തപ്പൂ ഇടാനൊക്കെ വന്ന മുല്ലപ്പൂ. അതിനകത്ത് ഞാൻ മുല്ലപ്പൂ കെട്ടി ഒരു മുഴത്തിനൊക്കെ 150-120 രൂപയൊക്കെ. ഇത് 50 രൂപ കൊണ്ടുള്ളായിരുന്നു. എനിക്ക് കേട്ടാൽ അറിയാതെ ഞാൻ തന്നെ കെട്ടി. പൂക്കളം നോക്കട്ടെ. കാജ് ആരും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വിളക്ക് വെച്ചു. വിളക്ക് അങ്ങോട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ വെച്ച് നോക്കുമ്പോൾ കിഴക്ക് ഭാഗം അങ്ങോട്ടാണ്, ഇങ്ങോട്ട് തെക്ക് ഭാഗം. അതുകൊണ്ടാണ് വിളക്ക് അങ്ങോട്ട് തിരിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തിന് ചെറിയൊരു വളമുണ്ടല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അത്തപ്പൂക്കളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി അമ്പലത്തിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ആറന്മുള അമ്പലത്തിലാണ്. അപ്പോൾ രാവിലെ വെളുപ്പിനെ തിരുവോണത്തോണിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ആ ഒരു സമയത്ത്, കാരണം ഇന്നലെ കിടന്നപ്പോഴൊക്കെ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് അത് പരിപാടി നടക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഇന്നത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ വാഷ് ചെയ്ത് അമ്പലത്തിൽ പോകാനില്ല. അപ്പോൾ ജസ്റ്റ് വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ നമ്മുടെ കലാവിരുത്. നമ്മൾ ഒരു 2.5 മണിക്കൂർ എടുത്ത് ഇത് ഫുള്ള് മുത്തൊക്കെ വെച്ച് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ എഴുന്നേറ്റിട്ടില്ല, അവരെ വിളിച്ചു. അപ്പം ഇനി കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. ഇവിടെ നമുക്കൊരു 15 മിനിറ്റേ ഉള്ളൂ ആറന്മുള അമ്പലത്തിലേക്ക്. അപ്പോൾ അർജുനും അദ്വൈതും ഞാനും പിന്നെ അർജുൻ്റെ ആരോ 1-2 ഫ്രണ്ട്സും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആവാം. നമ്മൾ അമ്പലത്തിൽ പോകണം. എത്ര നാളിരുന്നൊക്കെ സെറ്റും മുണ്ടൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് രാരാണ്. ഇപ്പം ഇത് നമ്മുടെ കല്യാണത്തിൻ്റെ കാർഡാണ്. എലവന്തിട്ട അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് ഇപ്പം നമ്മൾ ആറന്മുള അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടെ ഒരു കാർഡ് കൊടുത്ത് പൂജിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം അടുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് ഒത്തിരി പണിയാണ്ടൊന്നും അടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം എനിക്കൊന്നും കുറേ ദിവസമായിട്ട് ഇതൊക്കെ ഇങ്ങനെ അടുക്കി കവറിനകത്തൊക്കെയാണ്. കവറും കാർഡും വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുക അടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ കുറേ ദിവസമായിട്ട് നമുക്ക് ഒത്തിരി പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് അമ്പലത്തിൽ കൊണ്ട് 2 കാർഡുണ്ട് കേട്ടോ. ഇത് നമ്മൾ അടിക്കാൻ ചെന്നപ്പോൾ എന്തിൻ്റെ എന്തോ 350 കോപ്പിയോ മറ്റോ എന്തോ ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കി നമ്മൾ വേറെ അടിച്ച് കവറവിടെ ഇത് ഒരു കവർ വരുന്നത്.
എല്ലാം അവിയൽ പരുവത്തിൽ കുഴഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ അതെ നമ്മൾ നമ്മുടെ കാർഡൊക്കെ സെറ്റാക്കി എടുത്ത് ഫുള്ള് കവറിനകത്താക്കി ആക്കി റെഡിയാക്കി വെച്ചു. ഇനിയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാനുള്ള പരിപാടികളാണ്. ഇതാണ് നമ്മുടെ ഓണം ഡ്രസ്സ്. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടിട്ടില്ലായിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ ഇന്നലെ ജസ്റ്റ് ആ ടോപ്പ് മാത്രമേ നമ്മൾ ഇത് ഉത്രാടം വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡ്രസ്സും ഓർണമെൻറ്റ്സ് ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാലയാണ് കേട്ടോ ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാനാണെങ്കിൽ മീഷോയിൽ ഇതിൻ്റെ സിൽവർ ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഗോൾഡ് കളർ മാറി കിട്ടിയതാണ്. പിന്നെ ഗോൾഡ് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ എന്നെ റിട്ടേൺ ചെയ്യാനൊന്നും പോയില്ല. പക്ഷേ ഒരു 1.5 വർഷമായിട്ട് ഈ സാധനം എൻ്റെ കയ്യിലുണ്ട്. വേറൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ സിൽവർ തന്നെ ആയിരുന്നു ചേരുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ പിന്നെ ഇട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് ഈ മാല ഇടുന്നത്. പിന്നെ കമ്മൽ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ളത് അതിന് ഗ്രീൻ കളർ ജിംക്കി ഉണ്ടായിരുന്നു. പിന്നെ വളയ്ക്ക് കുറേ പഴക്കമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷത്തോളമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രീൻ കളർ വളയാണ്. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അർജുനും ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാർഡൊക്കെ എടുത്ത് ഇതാണ് നമ്മുടെ അല്ലേ. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ എൻ്റെ ഓണം ലുക്ക്. പൂ ചെറുതായിട്ട് കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒത്തിരി കരിഞ്ഞ പോലെ തോന്നി. പക്ഷേ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത സമയത്ത് അത്ര വലിയ ഇതൊന്നായിട്ട് തോന്നിയില്ല. പിന്നെ ജസ്റ്റ് നമുക്ക് അമ്പലത്തിൽ പോകുന്ന സമയത്ത് മാത്രം മതിയായിരുന്നത്. അതുകൊണ്ട് അതെടുത്തു. അപ്പോൾ നമ്മുടെ അത്തപ്പൂവിൻ്റെ മുന്നിൽ ഇത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോഴത്തേക്ക് അർജുൻ റെഡി ആയിട്ട് വന്ന് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഒത്തിരി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സദ്യയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ എൻ്റെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ജംഗ്ഷനിലാണെങ്കിൽ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. സമയം രാവിലെ ഒരു 8-10 ആയിട്ടുണ്ട്. നേരെ ഇനി അമ്പലത്തിലോട്ട് പോവാം. ഇന്നലെ ഉത്രാടത്തിന് നമ്മൾ പൂവൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ആ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ ഓണം മഴയത്തായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. ഓണത്തിന് അങ്ങനെ മഴ പെയ്തതേ ഇല്ല. അപ്പോൾ നേരെ നമ്മളിനി അർജുൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവരെ കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിലിരിക്കുന്ന അർജുൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂൾ. എനിക്ക് തോന്നുന്നു ഇതുവഴി ഏത് വീഡിയോ എടുത്താലും ഞാൻ പറയും ഇതാണ് എൻ്റെ സ്കൂളെന്ന്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണല്ലോ നമ്മുടെ സ്കൂൾ. അതുകൊണ്ട് ഞാൻ ഇനി ആയാലും വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ഇനി ആറന്മുളയ്ക്ക് പോവുകയാണ്. അപ്പോൾ അമ്പലത്തിൽ ഇന്ന് ഓണം ആയതുകൊണ്ട് തന്നെ ഓണത്തിനും വിഷുവിനും ഒക്കെ വിശേഷ ദിവസങ്ങളല്ലെങ്കിലും നമ്മുടെ ആറന്മുള അമ്പലത്തിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് ഓണം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. നമുക്ക് അകത്തോട്ടൊന്നും വണ്ടിയൊന്നും കയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ആറന്മുള ഐക്യർ ജംഗ്ഷനിലെത്തി. ഇവിടെ ഇന്ന് ബസ് സ്റ്റോപ്പിലൊന്നും വലിയ തെള്ളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. കാരണം വെച്ചാൽ ഓണം ആയതുകൊണ്ട് ഇന്ന് ബസ്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ കണ്ടില്ലേ വഴിനീളം ഇവിടെ റോഡിൽ പോലും ഇടാൻ സ്ഥലമില്ലാത്ത പോലെ നിരത്തി വണ്ടി വെച്ചിരിക്കുകയാണ്. ഇതുവഴി നമുക്ക് അകത്തേക്ക് കയറാം. പക്ഷേ ഇന്നത്തെ ദിവസം അതുവഴി അകത്തോട്ട് കയറുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട. അപ്പം നമ്മൾ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഗണപതി അമ്പലം ഉണ്ട്. അതുവഴി കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടും. മറ്റേ സൈഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മളൊരു സൈഡിൽ കൂടാണ് അമ്പലത്തിനോട്ട് കയറുന്നത്. അപ്പോൾ അതുവഴി കയറി നമുക്ക് ചെല്ലാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുവഴി കയറുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വണ്ടി ഇടാൻ പറ്റും. ചിലപ്പോൾ അകത്ത് പോലീസുകാരൊക്കെ കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയൊക്കെ തിരക്കുള്ള ദിവസമല്ലേ. അപ്പോൾ അത് ഒതുക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ വഴി നേരെ വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ 2 സൈഡിലും ഫുള്ളായിട്ട് വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ട് വരെ ചെന്നിട്ട് നമുക്ക് വണ്ടി ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അർജുൻ ഞങ്ങളെല്ലാവരും അവിടെ ഇറക്കിയിട്ട് അവൻ പിന്നെ റോഡിൽ കൊണ്ട് കുറേ മാറ്റി ഇട്ടു.
അങ്ങനെ ദേ ഇതാണ് നമ്മുടെ ആറന്മുള അമ്പലം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അപ്പോൾ ദേ ഇവിടെ വരെ നമ്മൾ നോക്കി എവിടെയെങ്കിലും സ്ഥലമുണ്ടോ വണ്ടി ഇടായിരുന്നു. അപ്പോൾ എങ്ങ് സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഇറക്കിയിട്ട് അർജുനൻ വണ്ടി ഇടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമ്മൾ കുറച്ച് തുളസിമാലയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ദേ രസീതും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവിടെ പൂജ നടക്കുന്ന സമയം, ഇപ്പോൾ ഇന്ന് ഓണമായതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ രാവിലെ തന്നെ പൂജ കഴിയുന്നതാണ്. അപ്പോൾ അവിടെ എല്ലാവരും പുറത്തെല്ലാം ഭയങ്കര ആൾക്കൂട്ടം. നമുക്ക് അതുവഴി ഒന്ന് കയറുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടുകാരല്ല, ആന്ധ്രക്കാരോ ബംഗാളികളോ, അവർ മലയാളം അല്ല സംസാരിക്കുന്നത്, വേറെ ഏതോ ലാംഗ്വേജ്, അവരാണ് കൂടുതലും കിടന്ന് തെള്ളി അങ്ങ് ബഹളം ഉണ്ടാക്കുന്നത്. നമുക്ക് ഒന്ന് സഹകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയറി പോകാന്നേ ഉള്ളൂ. പക്ഷെ അവർ ഭയങ്കരമായിട്ട് അങ്ങ് കിടന്ന് തള്ളുവാണ്, ഇല്ലാത്ത തള്ളം ഉണ്ടാക്കുക എന്ന് പറയാം. അപ്പം ഞങ്ങൾ ചുറ്റിയും ഉള്ള ഉപദേവതകളെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് തിരുവോണത്തോണി കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അവിടെ ഈ പറഞ്ഞ പോലെ വാതക്കലൊരിച്ച് കുറച്ച് പേര് കയറി ഇങ്ങനെ അടഞ്ഞ് നിൽക്കുന്ന ഒരു തള്ളേ ഉള്ളൂ. അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതേ ഇവിടെ നമ്മൾ വന്ന സമയത്ത് വലിയ വെയിലില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇത് കാണണമെങ്കിൽ തിരുവോണത്തോണി വരുന്നതൊക്കെ കാണണമെങ്കിൽ നമുക്ക് വെളുപ്പിനെ വരണം. അപ്പോൾ അതേ ആ കൊച്ച് അർജുൻ്റെ ഫ്രണ്ടോ എന്തോ ഒന്നും എനിക്ക് പരിചയമില്ല. അപ്പോൾ അതിനോട് കുറച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നിട്ട് ദേ നമ്മൾ തോണിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ദേ തോണിയൊക്കെ കണ്ട് നമ്മൾ അവിടെ ആറന്മുളയുടെ റിവറാണ്, നമ്മുടെ പമ്പ നദിയാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം നമ്മളിങ്ങനെ ബാക്കിലൂടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇതുവഴി ആളുകൾ കയറുന്നുണ്ട്. അപ്പോൾ അകത്തുനിന്ന് തിരുമേനി ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇതുവഴി തൊഴുതിട്ട് ഇറങ്ങിക്കോളാൻ. അപ്പോൾ നമുക്കത് സൗകര്യമായിരുന്നു. അതുവഴി നമ്മൾ പെട്ടെന്ന് കയറി തൊഴുതിട്ട് ഇറങ്ങി. അതേ ഫ്രണ്ടിൽ വന്നപ്പോൾ ആ ഒരു തെള്ള് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആവശ്യമില്ലാത്തൊരു തെള്ള്, വെറുതെ കിടന്ന തെള്ളുകയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ആറന്മുള അമ്പലത്തിലെ ഇത്തവണത്തെ ഓണപ്പൂക്കളം. ഒരു നടക്കൊരു ഉണ്ണിക്കണ്ണൻ്റെ ഒക്കെ രൂപമായിട്ടുള്ള നല്ല അടിപൊളി ഒരു പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മളവിടെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് 2-3 പേരുണ്ടായിരുന്നല്ലോ കൂടെ. അപ്പോൾ അതിൽ ഒരാളെ കാണുന്നില്ല. അവനാണെങ്കിൽ വള്ളസദ്യക്ക് വിളമ്പാനാണെന്ന് പറഞ്ഞ് അവിടെ കയറി നിന്നു. അപ്പോൾ ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ അവരവിടെ കുറിയൊക്കെ തൊട്ട് കൊടുത്തോണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്തവണ നമുക്ക് കുറി പൂജിക്കാൻ കൊടുത്തത്, കല്യാണക്കുറി പൂജിക്കാൻ കൊടുത്തത് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് ഒത്തിരി സമയം എടുക്കുമായിരുന്നു. നമ്മൾ കുറി കൊടുത്ത് ഒന്ന് തൊഴുതിട്ട് വന്ന് ഞാനവിടെ നമ്മുടെ ഒരു ബാക്ക് സൈഡിലാണ് ഇവിടെ നമ്മുടെ പ്രസാദമൊക്കെ തരുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചു വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പോൾ നമ്മുടെ ആറന്മുള കണ്ണാടിയുടെയൊക്കെ കടകളും കാര്യങ്ങളും ഒക്കെ ഒരു ആന ഇങ്ങനെ വരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ, എനിക്ക് ആന്ധ്രയൊക്കെയാണ് കന്നഡയൊക്കെയാണെന്ന് തോന്നുന്നു. അവരെന്തായാലും തമിഴൊന്നുമല്ല, തമിഴൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. വേറെ ഏതൊക്കെയോ ലാംഗ്വേജ് ഒക്കെയാണ് സംസാരിക്കുന്നത്. ഭയങ്കരമായിട്ട് കിടന്ന് തെള്ളുണ്ടാക്കുമായി. കുറിച്ച് ഇച്ചിരി 2-3 പേരുള്ളതിൽ അവർ കിടന്ന് ഭയങ്കരമായിട്ട് തെള്ളുവാണ്. അങ്ങനെ ഒരു ആന പോകുന്നു. അങ്ങനെ റോഡിലാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നടക്കണമായിരുന്നു. അപ്പോൾ വണ്ടിയിൽ തന്നെ ഞങ്ങളെല്ലാവരും ചെരുപ്പ് ഊരിയിട്ട്, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെരുപ്പ് അവിടെ വണ്ടിയിലിട്ടിട്ട് പോകണം, നല്ല തിരക്കുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും തിരിച്ചു വന്ന് വണ്ടിയിൽ കയറി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ 6 പേരായിരുന്നു പോയത്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ 5 പേരേ ഉള്ളൂ. അതിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ വള്ളസദ്യക്ക് വിളമ്പാനെന്ന് പറഞ്ഞ് പുള്ളി അവനവിടെ നിന്നു. നമുക്കിനി വേറെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ താമരപ്പൂ ആണെങ്കിൽ ഞാൻ വാങ്ങിച്ച തുളസിമാലയുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സാധാരണ തുളസിമാലയുടെ കൂടെ ഒരു താമരപ്പൂവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ആ തിരുവോണത്തോണി കാണാൻ പോയ സമയത്ത് ഈ പൂ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. പക്ഷേ ഞാനത് കണ്ടില്ല. ഞാൻ തിരിച്ച് പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് കയറി വന്നപ്പോൾ ഈ പൂ കണ്ട. അപ്പോൾ അത് ആരെങ്കിലും ചവിട്ടിയതാണോ എന്തോന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് നടയിൽ വെച്ചില്ല. ഞാൻ താമരപ്പൂ മാറ്റിയിട്ട് മാല മാത്രമായിട്ടാണ് വെച്ചത്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവിട്ടിട്ട് നമ്മൾ വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിടെ ജംഗ്ഷനിൽ ഓണപ്പരിപാടിയൊക്കെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഒട്ടും സമയം കളയാതെ അടുക്കളയിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എൻ്റെ സ്പെഷ്യൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ എൻ്റെ കാത്തി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നേരെ വന്നു. അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനും കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തവണ കൂട്ടുകറിയും പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൂട്ടുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ വറുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കൂട്ടുകാരെയും പരിപ്പ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഉണ്ണാനുള്ളൊരു സമയമൊക്കെ ആയിട്ടുണ്ട്.
നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സദ്യ കഴിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റംസ് എന്ന് നോക്കാം. ഇത് നാരങ്ങ അച്ചാറുണ്ട്, പിന്നെ നമ്മുടെ മാങ്ങ അച്ചാറുണ്ട്, പിന്നെ നമ്മുടെ മോര് കറിയുണ്ട്, ബീട്രൂട്ട് പച്ചടിയുണ്ട്, പിന്നെ അടുത്തതായിട്ട് നമുക്ക് വെള്ളമോര്, പച്ചമോരെന്നൊക്കെ പറയുന്ന വെള്ളമോരുണ്ട്. അങ്ങനെ അടുത്തത് നമ്മുടെ മധുരപ്പച്ചടി, ബനാനയാണ് കേട്ടോ. ഇത്തവണ കരച്ചൊക്കെ ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ഏത്തയ്ക്ക വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ പരിപ്പ് കറി, പിന്നെന്താണ് അടുത്തതായിട്ട് പയർ മെഴുക്കുവരട്ടി ഉണ്ട്. അതിൻ്റെ അടിയിലായിട്ട് എന്തോ ഒരു ഐറ്റം കൂടെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു സാമ്പാറായിരിക്കും മേ ബി. അതെന്താണ്, അത് സാമ്പാറാണ്. പിന്നെ പപ്പടമുണ്ട്. പപ്പടം അപ്പുറത്തെ പാത്രത്തിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പപ്പടം. അപ്പോൾ ബാക്കി 1-2 കറി കൂടെ ഉണ്ട്. അപ്പോൾ അത് അപ്പുറത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇവിടെ നമ്മുടെ കൂട്ടുകറി, എൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് കൂട്ടുകറി. പിന്നെ നമ്മുടെ ചൂര മീൻ വറുത്തതുണ്ട്, പിന്നെ അവിയലുണ്ട്. അത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത്തവണ. പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഇല, ഓണത്തിന് ഇലയില്ലാതെ എന്താഘോഷം, അപ്പോൾ ഇലയുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ പായസമുണ്ട്, പാലട പായസമുണ്ട്. നമുക്ക് എല്ലാവർക്കും പാലടയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോറും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ സദ്യ വിളമ്പാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ വിളക്കത്ത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ സദ്യ ഒരുക്കുമ്പം നോൺ വെജ് ഐറ്റംസ് ഒന്നും വെക്കത്തില്ല, വെജിറ്റേറിയൻ ഐറ്റംസ് എല്ലാം നമ്മൾ നമ്മുടെ വിളമ്പുന്നതിന് മുമ്പ് ഇങ്ങനെ വിളക്കിൻ്റെ അവിടെ വിളമ്പും. അങ്ങനെ വലിയമാണ് വിളക്കിൻ്റെ അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളെല്ലാവരും നമുക്ക് കഴിക്കാനായിട്ടുള്ള സദ്യയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് മാത്രമാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരേ ഒരു ദിവസം. ഈ വർഷത്തെ ഓണം കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത വർഷത്തെ ഓണത്തിനാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ലഞ്ച് നമുക്ക് വളരെ സ്പെഷ്യലാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 1-1.5 മണിക്കൂർ കിടന്നുറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു അപ്പച്ചി ഫാമിലിയൊക്കെ വന്നിട്ട് പോയി. അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ഈ വർഷം ഓണത്തിന് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടനെടുത്ത് കൊടുത്തിട്ട് അമ്മ എനിക്ക് കൊണ്ട് തന്നതാണ്. അപ്പോൾ അതൊക്കെ തയ്ച്ച് ഇതാണ് ഇന്നലെ ധൃതി പിടിച്ച രമി ചേച്ചിയെ കൊണ്ട് തയ്പ്പിച്ച ഡ്രസ്സ്. അങ്ങനെ അതൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ഓണപ്പരിപാടി കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വൈകിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ച പക്ഷേ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ നേരെ നമ്മൾ ജംഗ്ഷനിലോട്ട് പോകണം. അപ്പോൾ അവിടെ രാവിലെ മുതലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആവേശമേറുന്ന മത്സരങ്ങളൊക്കെ വൈകിട്ടാണ്. ഈ വടംവലി, ഉറിയടി, ഉറിയടിയും കലന്തലും ഒന്നാണല്ലോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയമ്മയൊക്കെ നേരത്തെ വന്ന് കാണാൻ വേണ്ടിയിരിപ്പുണ്ട്. അപ്പോൾ അവിടെ ദീപാപ്പ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അപ്പം കാണുന്നില്ല. അപ്പോൾ അവന്മാർ മാരത്തോൺ ഓടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരെയും കാണുന്നില്ല. അപ്പോൾ കലന്തല് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദിവാസിയേറിയ കലന്തല് മത്സരം നടക്കുകയാണ് വേദിയില്.
അർജുൻ എന്ത് അർജുൻ എന്ത് മാരത്തോൺ ഓടാൻ പോയി അങ്ങനെ ഓട്ടോക്കൂലിയൊക്കെ കൊടുത്താന്നോ കേട്ടോ. അങ്ങനെ മാരത്തോൺ ഒക്കെ ഓടാനായിട്ട് പിള്ളേർ പോയിരിക്കുകയാണ്. അപ്പോൾ മാരത്തോണിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വലിയൊരു കോമഡി ഓർമ്മ വരും. കാരണം കഴിഞ്ഞൊരു 4-5 വർഷത്തിന് മുമ്പ് അർജുൻ എനിക്ക് തോന്നുന്നു 7-8 പഠിച്ച സമയത്ത് ഇങ്ങനെ മാരത്തോൺ ഓടാൻ പോയിട്ട് പകുതി ചെന്നപ്പോൾ അവർ ഓടാൻ വയ്യാഞ്ഞിട്ട് തിരിച്ച് ഓട്ടോറിക്ഷ വിളിച്ചായിരുന്നു തിരിച്ച് വന്നത്. അപ്പോൾ ആ ഒരു കോമഡി ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഭയങ്കര രസം. കാരണം അവനിങ്ങനെ തിരിച്ച് ഓടി വരുന്നതായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഒരു ഓട്ടോറിക്ഷ വന്ന് നമ്മുടെ മുന്നിൽ നിന്ന് അതിനകത്ത് ഇറങ്ങിപ്പോയി. അന്ന് ഞങ്ങൾ കുറേ കളിയാക്കി. അതിന് പിന്നെ ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു ഞങ്ങൾ കളിയാക്കിയെന്ന് പറഞ്ഞപ്പോൾ. ഇത്തവണ മാരത്തോൺ ഓടിയില്ല. കാരണം അവനെന്തോ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓടാൻ പോയില്ല. അപ്പോൾ ഓടുന്നത് നോക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ രജിത് മോൻ എന്നറിയപ്പെടുന്ന പീതാംബരൻ ഓവർ ഷൈനിങ് ഒന്നും വേണ്ട. അങ്ങനെ നമ്മുടെ കൊച്ചു പിള്ളേരുടെ കളന്തൽ മത്സരമൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ദീപാപ്പ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് കേട്ടോ നമ്മുടെ മത്സരത്തിനൊക്കെ ഒന്ന് ചൂട് പിടിച്ച് വരുന്നത്. രാവിലെ മുതൽ നല്ല രസമാണ്. നേരത്തെയൊക്കെ ഒരു ഉച്ച കഴിഞ്ഞ് 2 മണിയൊക്കെ കഴിയുമ്പോഴേ ഈ ഒരു മത്സരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ ആവും. അപ്പോൾ നമ്മുടെ സന്ധ്യയൊക്കെ ആവാറായപ്പോഴത്തേക്ക് അമ്മ വിളക്കെത്തിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വല്യമ്മ വീട്ടിലേക്ക് പോയി. അപ്പോൾ അമ്മ ഇനി വരത്തൊന്നുമില്ലായിരിക്കും. കാരണം ഈ ഒരു കുറച്ച് സമയമൊക്കെ അമ്മ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഒത്തിരി നേരം അങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ സന്ധ്യ ആവാറായപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ ചേട്ടനൊക്കെ വന്ന് നല്ല മിന്നിത്തിളങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളവിടെ കസേരയൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. ആരെങ്കിലും മാറുമ്പോഴത്തേക്കും കസേര കിട്ടാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾക്ക് കസേരയൊക്കെ കിട്ടി. അവിടെ ഇരുന്നപ്പോൾ അപ്പയൊക്കെ വന്നു. അപ്പയും ആർച്ചും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ തന്നെ ഇരുന്ന് ഇനിയുള്ള മത്സരങ്ങളൊക്കെ കാണാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് നേടിയ നിതിൻ ആണ് ആദ്യം കളന്തൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. രണ്ടാമത് സ്റ്റാർ നെടുങ്ങാനയുടെ സ്റ്റാർ. സൂപ്പർ സീനിയർ ബോയ്സിന്റെ കളന്തല് നെടുങ്ങാനയുടെ മിസ്റ്റർ മണിയൻ. സൂപ്പർ സീനിയേഴ്സിന്റെ അതിവാസ്യേറിയ കളന്തൽ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതിവാസ്യേറിയ തൊപ്പി വെച്ചുകൊണ്ട് ഒരു കുഞ്ഞു മനുഷ്യൻ ഓടി നടക്കുന്നു. ദുബായ് ഷേഖിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എബിൻ.
അര പതിറ്റാണ്ടായി ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് നേടിക്കൊണ്ടിരിക്കുന്ന നിതിൻ 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 മുയൽ നിതിൻ. വീണ്ടും വീണ്ടും സ്റ്റാർ നേടിയ കാല ബുദ്ധിപരമായി നടന്നു പോവുകയാണ്. വേറെന്തോ വഴിക്ക് പോവുകയെന്ന് തോന്നുന്നു. സ്റ്റാർ നേടിയ കാല ഓടിപ്പോകുന്നതാണ്. സമയമില്ല നമുക്ക്. സ്റ്റാർ നേടിയ കാല അങ്ങനെ നമ്മുടെ കലന്തല് മത്സരമൊക്കെ തീരാറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റാതായി പോയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്തിട്ട് പിന്നെ അത് കോപ്പിറൈറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ മോശമല്ലേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അവിടെ പില്ലോ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കൊച്ചു പിള്ളേർ. അപ്പോൾ നമ്മൾ കസേര കിട്ടിയ ഒരു ആവേശത്തിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. എഴുന്നേറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കസേര പോകുമെന്നുള്ളതുകൊണ്ട് എന്തായാലും വടംവലി നടക്കുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോകണം. കാരണം അപ്പുറത്തെ റോഡിൻ്റെ അവിടെയാണ് വടംവലി നടക്കുന്നത്. അത് അടുത്തായിട്ട് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പിരിവിനൊക്കെ ആയിട്ട് വരുവാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ പിരിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള ഓണാഘോഷത്തിനുള്ള പിരിവ് ഈ വർഷമേ നടത്തി വെക്കും. ആ കാര്യങ്ങൾ കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഇനി അടുത്ത വർഷത്തേക്കുള്ള പിരിവാണെന്ന് തോന്നുന്നു. അടുത്ത വർഷത്തെ ഓണാഘോഷം നടത്താൻ വേണ്ടിയിട്ടുള്ള പിരിവ് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഒരു രീതി. നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരായ ചേട്ടന്മാർ ഞങ്ങൾ പിരിവിന് വേണ്ടി ഇറങ്ങി. അങ്ങനെ വന്നു കേട്ടോ. പിന്നെ ഓണപരിപാടി കഴിഞ്ഞിട്ട് ഓണപരിപാടി ഫൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വടംവലി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വടംവലിയാണ് നമ്മുടെ ഏതൊരു മത്സരത്തിലും, ഇപ്പോൾ കോളേജിലായാലും നമ്മുടെ നാട്ടിൻപുറത്തെ ആയാലും എവിടെയായാലും ഓണാഘോഷത്തിൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ളത്, ഓഡിയൻസിൻ്റെ സപ്പോർട്ടൊക്കെ കിട്ടുന്നത് ഒരു വടംവലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ വടംവലി കാണാൻ വേണ്ടി നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഗേൾസിൻ്റെ വടംവലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്നെ കയറ്റാൻ അവർ മാക്സിമം നോക്കി. പക്ഷേ അമ്മ പറഞ്ഞ് കല്യാണമൊക്കെയാണ്, വലിച്ചെവിടെയും കൈയും കാലും ഒക്കെ ഓടിച്ച് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാസമുള്ളെന്നും പറഞ്ഞുകൊണ്ട് നൈസായിട്ട് വടംവലിക്കകത്തുനിന്ന് ഞാൻ തലയൂരി. അതെ അച്ഛനൊക്കെയാണ് വടംവലിക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ അർജുനാണെങ്കിൽ രാവിലെ മുതൽ വലിയ മത്സരങ്ങൾക്കൊന്നും പങ്കെടുക്കാതെ നിൽക്കുകയാണ് വടംവലിക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അർജുനും അദ്വൈതും ഒക്കെ വടംവലിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഗേൾസിൻ്റെയാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബോയ്സിൻ്റെ ഉള്ളത്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ സ്ത്രീകളുടെ വടംവലിയാണ്. അപ്പോൾ ഒരു സൈഡിൽ സ്ത്രീകളും മറ്റേ സൈഡിൽ കുട്ടികളും, അതായത് ഗേൾസ് പെൺപിള്ളേരും അവരുടെ തന്നെ അമ്മമാരാണ് ഈ വടംവലിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ രമ്യ ചേച്ചിയൊക്കെ മുന്നിൽ തന്നെ വടംവലിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ പിള്ളേരും അപ്പുറത്തെ സൈഡിൽ അമ്മമാരുമാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബോയ്സിനും ഇതുപോലെ ഉണ്ട്, വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള വടംവലി മത്സരം. അപ്പോൾ ഇത് ഗേൾസിൻ്റെ വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള മത്സരമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ബോയ്സിനും ഉണ്ട് വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ളത്.
അങ്ങനെ നമ്മുടെ ബോയ്സിന്റെ അവിവാഹിതരും വിവാഹിതരും തമ്മിലുള്ള വടംവലി മത്സരം നടക്കുന്നത്. അപ്പോൾ അർജുനൊക്കെ ഇത്തവണ ഓപ്പോസിറ്റ് സൈഡിൽ, അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വലിക്കില്ല. ഇപ്പോൾ അവരെ ഓപ്പോസിറ്റ് സൈഡ്. അത് കഴിഞ്ഞ് അടുത്ത മത്സരത്തിൽ ഈ സൈഡിൽ വരും. പണ്ടത്തെ ഓർമ്മിച്ചാണ് അങ്ങനെ ആദ്യത്തെ ടേണിലാണെങ്കിൽ നമ്മുടെ വിവാഹിതർ ജയിച്ചിരിക്കുക. അപ്പോൾ ഇനി അപ്പുറത്തുള്ളവർ ഇപ്പുറത്ത് വന്നിട്ട് ഒന്നുകൂടെ വലിക്കണമല്ലോ. അപ്പോൾ ആദ്യത്തെ ഇതിൽ തോറ്റതിൻ്റെ ഒരു കലിപ്പിലാണ് എല്ലാവരും. കാരണം അവർ പിള്ളേരല്ലേ, അവർക്ക് ഭയങ്കര ഒരു ഇതല്ലേ, ആവേശമല്ലേ. അങ്ങനെ അർജുനും അദ്വൈതും ഈ കൂട്ടത്തിലുള്ള ഒട്ടുമിക്ക എല്ലാം അർജുൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ദീപാപ്പതി അദ്വൈതിനെ വിളിച്ചിട്ട് എന്തൊക്കെ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തോണ്ടിരിക്കുക. അവൻ വടംവലി കയറാനെ കൊണ്ട് വേറെ ഒന്നിനും കയറാൻ പഠിക്കുന്നില്ല, ഇരുന്നങ്ങ് വലിച്ചോളാം. രാവിലെ ആറുമുളമ്പലത്തിൽ കൊണ്ടുപോയതാ. കുറച്ച് കഴിഞ്ഞപ്പോ വള്ളസദ്യക്ക് വിളമ്പാൻ കയറുന്നു പറഞ്ഞോളാം. ഞങ്ങൾ അതോ എന്നില്ലയോ അവരെ വിളിച്ചു പറഞ്ഞു വിളമ്പാൻ. രണ്ടാമത്തെ ടേണിലാണെങ്കിലും വിവാഹിതർ തന്നെയാണ് ജയിച്ചത്. പക്ഷേ അത് കുറച്ച് ഉടായിപ്പായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പുറത്തെ സൈഡിലേക്കാൾ ആൾക്കാർ കൂടുതലായിരുന്നു അപ്പുറത്തെ സൈഡിൽ. കാരണം ഈ പിള്ളേർ ജയിച്ച് അവർ തോക്കാൻ തുടങ്ങുന്നു എന്നായി കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നവരെല്ലാം കൂടെ കയറി അങ്ങ് പിടിച്ചു. പിന്നെ അതൊരു ചെറിയ വഴക്കൊക്കെ ആയി. പിന്നെ അത് വലിയ വഴക്കിലേക്കൊന്നും പോകാതെ അപ്പോൾ തന്നെ അങ്ങ് സോൾവ് ആക്കി. പിന്നെ രണ്ട് ടീമും ജയിച്ചതായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. പിന്നെ എന്തായാലും ഓണാഘോഷമല്ലേ, അതിൻ്റെ ഇടയ്ക്ക്
എല്ലാ വഴക്കും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് വിചാരിച്ച് 2 ടീമിനെയും ജയിച്ചതായിട്ടൊക്കെ പ്രഖ്യാപിച്ചു. അങ്ങനെ വടംവലിയോടുകൂടി നമ്മുടെ ഓണാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകണം. ഇനി അടുത്തായിട്ട് കുറച്ച് കൊച്ചു പിള്ളേരുടെ കുറച്ച് പാട്ടുകളും പിന്നെ ലേലം വിളി മത്സരം അങ്ങനെ 1-2 മത്സരങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ മുറ്റം നിറച്ച് കാറുകളായിട്ട് അപ്പയുടെയൊക്കെ കാറും എല്ലാ കാറുകളുടെ മുറ്റം നിറച്ച് കാറുകളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതെ അച്ഛനും അർജുനൊക്കെ ഇനി വീട്ടിൽ കയറാനെ കൊണ്ട് രാത്രി 11 മണി 12 മണിയൊക്കെ ആവും. അപ്പോൾ നമ്മൾ വന്നു. അപ്പം ആണെങ്കിൽ അച്ഛനോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കലപിലാന്ന് ഭയങ്കര ശബ്ദം കേൾക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അർജുൻ്റെ ഫ്രണ്ട്സ് അവർ വന്നിട്ട് അവർ തോറ്റേൻ്റെ വിഷമം ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പയൊക്കെ ചോറൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇലയിലുള്ള ഊണ്. വൈകിട്ട് എല്ലാവരും പ്ലേറ്റിലാണ് ഉണ്ണുന്നത്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഈ വർഷത്തെ ഓണപരിപാടി ഓണാഘോഷമൊക്കെ നമ്മളിവിടെ വെച്ച് സമാപിക്കുകയാണ്. ഒരു അടിപൊളിയായിട്ട് നല്ലൊരു ഓണം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എത്ര പെട്ടെന്ന് അടുത്തൊരു വ്ളോഗ് കാണാം. അതുവരെ സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.